നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് BHIE 143-ന്റെ യൂണിറ്റ് 2-ഉം യൂണിറ്റ് 3-യും വരുന്നുണ്ട്. ഇതേ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് തീർക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ്. ഇത് ഹിസ്റ്റോറിക്കലിയും ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് എൻവയറമെന്റ്, ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്ന ഒരു പേപ്പറാണ് ഇത്. അപ്പൊ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചവർക്കും ജോഗ്രഫി പഠിച്ചിട്ടും ഇതും കൂടെ വായിക്കുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു ഹിസ്റ്ററിയും ഹിസ്റ്ററി ഇല്ലാണ്ട് ജോഗ്രഫി ഇല്ല, ജോഗ്രഫി ഇല്ലാണ്ട് ഹിസ്റ്ററി ഇല്ല. അപ്പൊ ഇതിന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരുമിച്ച് പോകുമ്പോൾ അതിന്റെ പരിണാമമായിട്ട് അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ കൾച്ചറിലോ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സബ് കോണ്ടിനെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് ദർശനമായിട്ടുണ്ട്. ഇതിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, മനുഷ്യരാശിയില് ഏതൊക്കെ മനുഷ്യരാശിയിൽ കൂടെ മനുഷ്യർ കടന്നുപോയോ അതേ സമയത്ത് അവരെങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു, ഏർലി സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു, ഹണ്ടിങ്ങിന് എങ്ങനെ പോയിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം പല സ്ഥലത്തു നിന്നും ഗ്യാദർ പണി, അതായത് കളക്ട് ചെയ്തിട്ട് പല സ്ഥലത്തു നിന്നും കളക്ഷൻ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. ഓരോ സ്ഥലത്ത് നൊമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലം പോവുക. കുറച്ചു കാലം ഒരു 1-2 മാസം ഒരു സ്ഥലത്ത് ഉണ്ടാവും, പിന്നെ അവർ മാറും. കാരണം ആ ഏരിയയിലുള്ള ആഹാര സാധനങ്ങൾ കളക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെറുക്കി എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ അതവിടെ തീരും. അപ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇന്ത്യയില് സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ 3 മേജർ ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് 3 മേജർ ഏരിയാസ് വരുന്നുണ്ട്. ഒന്ന് ഹിമാലയൻ അപ്ലാൻസ് ഇൻ ദ സെൻസ്, അത് അപ്ലാൻസ് പറയുമ്പോൾ തന്നെ ഈസ്റ്റേൺ സൈഡ്, ഹിമാലയത്തിന്റെ ഈസ്റ്റേൺ സൈഡ്, വെസ്റ്റേൺ സൈഡ്, സെൻട്രൽ സൈഡ്. പിന്നെ വരുന്നത് ഇന്ത്യയുടെ മധ്യഭാഗമായ ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ, ഗംഗാതീര നദീതടത്തിന്റെയും അതിന്റെ അടുത്ത ഭാഗങ്ങൾ, അതായത് ഇന്ത്യയുടെ മധ്യഭാഗം എന്ന് പറയാം. മൂന്നാമതായിട്ട് വരുന്നത് പെനിൻസുലാർ ഇന്ത്യ. പെനിൻസുലാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 ഭാഗവും കടലിൽ ഉള്ള അല്ലെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് പെനിൻസുലാർ. ആ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് തമിഴ്നാട്, ആന്ധ്ര, കേരള ആൻഡ് കർണാടക, ആ ഭാഗങ്ങളാണ് പെനിൻസുലാർ ഇന്ത്യയിൽ വരുന്നത്. ഈ ഭാഗങ്ങളെ പറ്റിയും ഇവിടെ ഏതൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയുമാണ് നമ്മൾ പരാമർശിച്ചു വരുന്നത്. ഇപ്പോ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആദ്യ ചരിത്രം ഉണ്ടാകുന്നതും മനുഷ്യരാശിയുടെ ചേഞ്ചസും വളരെ വളരെ സ്ലോ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ആദ്യ കാലഘട്ടങ്ങൾ എത്ര മില്യൺസ് അല്ലെങ്കിൽ യുഗങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ യുഗങ്ങളിൽ റിട്ടൺ റെക്കോർഡ്സോ ആയിട്ട് ഒന്നും ഇല്ല. പക്ഷെ പരിണാമങ്ങൾ വളരെ വളരെ സ്ലോ ആയിട്ട് വന്നാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഡെവലപ്മെന്റ് വന്നതിന് ശേഷം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ പ്രീ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രത്തിന് മുമ്പുള്ള ഭാഗങ്ങൾ വളരെ സ്ലോ ആയിട്ടേ പോവുള്ളൂ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ പറ്റി അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ, അവിടെയാണ് നമ്മളുടെ ഒരു ആർക്കിയോളജി എന്ന് പറയും. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രത്തിനെ പറ്റി, ഭൂമിശാസ്ത്രത്തിലുള്ള എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നെന്നുള്ള പഠിത്തത്തിനെയാണ്, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിനാണ് ആർക്കിയോളജി എന്ന് പറയാം. അപ്പൊ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള കിട്ടുന്ന എവിഡൻസസ് നമ്മൾക്ക് ഓരോ മണ്ണ് കുഴിക്കുമ്പോഴും നമ്മുടെ സാധനങ്ങൾ മണ്ണിൽ നിന്ന് കിട്ടുമ്പോൾ അതൊക്കെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ട് വരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭയങ്കരമായിട്ടുള്ള ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഈ പരാമർശത്തിന് ഇതിനെപ്പറ്റി പഠിച്ച് ഗവേഷണം ചെയ്ത സ്കോളേഴ്സ് ഓരോന്നും എടുത്ത് അതിനെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധന ചെയ്യുകയും അതിൻ്റെ എത്ര വർഷത്തിന് പഴക്കമുണ്ടെന്ന് കണ്ടുപിടിക്കുകയും, നമ്മൾ ഇതൊക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ കാർബൺ
കണക്ഷൻ വെച്ചിട്ടുള്ള എത്രത്തോളം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും ലിത്തിക് എന്ന് വെച്ചാൽ കല്ലുകൊണ്ട്, പാലിയോലിത്തിക് എന്ന് വെച്ചാൽ പഴയകാലം. അപ്പൊ ആ പഴയ കാലത്തിൽ പാലിയോലിത്തിക് ഏജിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ലോവർ ആയിട്ടും മിഡിലായിട്ടും അപ്പർ ആയിട്ടുള്ള പാലിയോലിത്തിക് 3 സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മെസോലിത്തിക് കഴിഞ്ഞ് വരുന്ന നിയോലിത്തിക്. നിയോ എന്ന് പറയുമ്പോൾ ഈ ഇതിലൊക്കെ വരുന്നതിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ ഈ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, ലെത്തിക് എന്ന് വെച്ചാൽ കല്ലാണ്, കല്ല്, ആ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളുടെ വ്യത്യാസം വരുന്നുണ്ട്, പിടുത്തത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്, ഷേപ്പ് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്ലോ പ്രോസസ്സിലാണ് ഈ ചേഞ്ചസ് ഇവിടെ ഹിസ്റ്റോറിക്കലി ചരിത്രപരമായിട്ട് വന്നിട്ടുള്ളത്. കാലിയോലിത്തിക്, പിന്നെ വരുന്നത് ബ്രോൺസ് ഏജ്, അത് അവസാനമായിട്ട് അയൺ ഏജ്. ഈ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസിനെ ബ്രോൺസ് ആക്കി മാറ്റുകയും പിന്നെ അതിനെ അയണാക്കി മാറ്റുകയും, അപ്പോൾ ഇരുമ്പിന്റെ അംശങ്ങൾ അല്ലെങ്കിൽ ഇരുമ്പ് യുഗം, ശിലായുഗത്തിൽ നിന്ന് ഇരുമ്പ് യുഗത്തിൽ എത്തുമ്പോൾ വരുന്നത് വളരെ സ്ലോ പ്രോസസ്സിലാണ് അത് വരുന്നതും. അതുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ ഇതിനെയൊക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഹിസ്റ്ററിയിലെ ആർക്കിയോളജി എന്ന് പറയാം. ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസ് കൊണ്ട് ഹിസ്റ്ററിയിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എങ്ങനെയെന്ന് വെച്ചാൽ അവര് പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ നിന്ന് ഏർലിയസ്റ്റ് ആയിട്ട് റിട്ടൺ റെക്കോർഡ്സ് അവൈലബിൾ ആവുന്നതാണ്. അപ്പൊ റിട്ടൺ റെക്കോർഡ്സ് അവൈലബിൾ ആയിട്ട് വരുന്ന ആ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ്, ഈ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിൽ മനുഷ്യരാശിയിൽ റിട്ടൺ റെക്കോർഡ്സിന് അവൈലബിൾ ആയിട്ടില്ലാത്ത ഭാഗങ്ങളുണ്ട്. പല സ്ഥലത്തും ഇങ്ങനത്തെ, അതായത് റെക്കോർഡ്സ് ഇല്ല, ഒന്നും ഇല്ല, നമ്മൾ എന്തോ അസംഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് റെക്കോർഡ്സ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എഴുത്തുകുത്തുകളിൽ മുഖാന്തരം ആ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സിവിലൈസേഷൻ, നമ്മളുടെ ഹ്യൂമൻ സിവിലൈസേഷൻ, മനുഷ്യരാശിയുടെ യുഗത്തിൽ അത്രയും കാര്യമായിട്ടുള്ള റൈറ്റിങ്സ് അല്ലെങ്കിൽ എഴുത്ത് മുഖാന്തരം ഇല്ല. അത് നമ്മൾക്ക് ഹരപ്പൻ സിവിലൈസേഷൻ പഠിച്ച സമയത്തും ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിച്ച സമയത്തും വളരെ ക്ലിയർ ഉണ്ട്. അപ്പൊ ആദ്യം വരുന്നതൊക്കെ ഒരു പിക്ചർ ഫോമിലാണ്, പിക്ടോറിക്കൽ സ്ക്രിപ്റ്റ് എന്ന് പറയാം. കല്ലിനെ എടുത്തിട്ട് മതിലുമൽ വരയ്ക്കുക അല്ലെങ്കിൽ കേവ്സിൽ വരയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ പിക്ടോറിക്കൽ സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഹിസ്റ്ററിയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ആ ഹിസ്റ്ററി, ജിയോളജി എന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ എവിഡൻസ്, ജിയോളജി മീൻസ് ജിയോളജി എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളതാണ് ജിയോളജിസ്റ്റ്. അപ്പോ ഭൂമിശാസ്ത്രത്തിനെ പഠിച്ചവരാണ് ജിയോളജിസ്റ്റ്. ആ ഭൂമിശാസ്ത്രവും ഹിസ്റ്ററിയും അല്ലെങ്കിൽ ചരിത്രവും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ ജിയോളജിസ്റ്റിന്റെ ഉപയോഗം നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് അവര് ഈ കാലഘട്ടത്തിൽ ആ ചരിത്രത്തിൽ ജിയോളജി, എർത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ എവല്യൂഷൻ എങ്ങനെ വന്നു, അതാണ് നമ്മൾ പാലിസോണിക് എന്ന് പറയും പ്രൈമറി ആയിട്ട്, ആദ്യമായിട്ട്. പിന്നെ വരുന്നത് മെസോണിക് എന്ന് പറയും, രണ്ടാമതായിട്ട് വരുന്ന ലെവല്. മൂന്നാമതായിട്ട് വരുന്നത് ടെറിറ്ററി എന്ന് പറയും. നാലാമതായിട്ട് വരുന്നത് ക്വാർട്ടനറി എന്ന് പറയും. ഇങ്ങനെ 4 ഘടകങ്ങളായിട്ടാണ് ഇതിനെ നമ്മൾ ജിയോളജിസ്റ്റ് ഇതിനെപ്പറ്റി ഭൂമിയുടെ ചേഞ്ചസിന്റെ ജീവജാലങ്ങളുടെ ചേഞ്ചസിന്റെ പീരീഡിനെയാണ് 1, 2, 3, 4 എന്നുള്ളത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി ആൻഡ് ക്വാർട്ടർലി ലെവലില് അവര് വിഭജിച്ചു വെച്ചിരിക്കുന്നത്. ഇനി സെനോകോണിക് ഇറ എന്ന് വെച്ചാൽ എന്താണ്? സെനോകോണിക് ഇറ എന്ന് പറയുമ്പോഴത്തേക്കും 3ാമത്തെയും 4ാമത്തെയും ഭാഗഘട്ടങ്ങളിൽ, അതായത് ആദ്യത്തെ 2 അല്ല, 3ാമത്തെ 4ാമത്തെ ഭാഗഘട്ടങ്ങളിൽ ടെറിട്ടറി ആൻഡ് ക്വാർട്ടനറി ഭാഗത്തിൽ ഒരുമിച്ച് ചേർന്നിട്ട് അവിടെ ഒരു സെൻസോണിക് എറ വരുന്നു. ആ എറയിൽ നമ്മൾ കണ്ടുപിട്ടുള്ളത് മാമൽസും, ഓരോ മാമൽസിന്റെ അത് ഏജ്, അതിന്റെ ടൈം, അതിന്റെ തുടക്കം അങ്ങനെയാണ് വരുന്നത്. ഈ യുഗത്തിനെ തന്നെ
പിന്നീട് വിഭജിച്ചിട്ടുണ്ട്. 7 ഭാഗമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഈ 7 ഭാഗത്തിൽ ആ രണ്ടാമത്തെ എപ്പോക്കിന് അതിന്റെ പേരാണ് പെലസ്റ്റോണിക് ആൻഡ് ഹൊളസാണിക്. ഇത് ഹൊളസാണിക് എന്ന് പറയുമ്പോൾ അടുത്ത കാലഘട്ടം എന്ന് പറയാം. 100,000 നൂറ്റാണ്ടിൽ എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം വരുന്നത്. അപ്പോ ചേഞ്ച്, ഇങ്ങനെ മനുഷ്യരാശിയുടെ ചേഞ്ചിനെ നമ്മൾ പ്രതിപാദിച്ച് വരുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ പ്രായം അല്ലെങ്കിൽ അതിന്റെ ഏജ് മാറി മാറി വരുന്നത്. ഇനി ടൈം ലൈൻ എന്നൊരു പ്രശസ്തിയുണ്ട്. ടൈം ലൈൻ എന്ന് പറയുമ്പോൾ ടൈമും ലൈൻ്റെ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ 3-ാമത്തെയും 4-ാമത്തെയും ഭാഗങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതേ തന്നെ ഇങ്ങനെ ടൈമിനെ പിടിച്ചു കൊണ്ടുവരാണ്. 7 സെനസോണിക് എന്ന് പറയുന്നതിൽ 7 എപ്പോക്ക് പീരീഡ് ഉണ്ട്. ഈ എപ്പോക്ക് പീരീഡിലെ ലാസ്റ്റ് 2 എപ്പോക്ക് പീരീഡിനാണ് നമ്മൾ പ്രെസ്റ്റോണിക് ആൻഡ് കോളസോണിക് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിലിങ്ങനെ ടൈമും വാല്യൂ ഉണ്ട്, അതിന്റെ സമയം, അതിന്റെ കാലഘട്ടം, അതാണ് ഇവിടെ നമ്മൾ ടൈം ലൈൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ആർക്കിയോളജിയും ആന്ത്രോപോളജിയും. ആർക്കിയോളജി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് പല കാര്യങ്ങൾ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എഴുതുമുഖാന്തരമുള്ള നമുക്ക് റിലേഷൻസ് അല്ലെങ്കിൽ ഒരു റെക്കോർഡ്സ് ഇല്ലതും കണ്ടതിൽ നിന്ന് ഒരു ശിലകളിൽ നിന്ന് കിട്ടുന്നതും അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളതാണ് ആർക്കിയോളജി, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ആന്ത്രോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ യുഗം അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്ന ആ സ്റ്റഡീനെയാണ് നമ്മൾ ആന്ത്രോപോളജി എന്ന് പറയാം. സോഷ്യൽ സയൻസിൽ പല വിധത്തിലെ ഭാഗങ്ങളുണ്ട് പഠിച്ചു പോകാനായിട്ട്. അപ്പൊ അതിലെ ഏറ്റവും വലിയ ചരിത്രത്തില് ഈ ആർക്കിയോളജിയും ആന്ത്രോപോളജിയും രണ്ടും പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. കാരണം ആന്ത്രോപോളജി മനുഷ്യരാശിയെ പറ്റി പറയുന്നു. ആർക്കിയോളജി പറയുന്നത് അവൻ എവിടെ താമസിച്ചിരുന്നു, എങ്ങനെ താമസിച്ചിരുന്നു, അവരുപയോഗിച്ചിരുന്ന സ്ഥാനങ്ങൾ, ആർട്ടിഫാക്ട്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസ് കൊണ്ടിട്ടാണ് ഏത് കാലഘട്ടത്തിൽ എങ്ങനത്തെ മനുഷ്യന്മാര് അല്ലെങ്കിൽ ഏത് വിധത്തിൽ അവർ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് രണ്ടിനും വളരെ ക്ലോസ് ആയ കണക്ഷൻസ് ഉണ്ട്. കണക്ഷൻസ് ഒന്നിനൊന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിനെപ്പറ്റി ഒരു കണക്കെടുപ്പ് എടുത്ത് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. ഇവിടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ആർക്കിയോളജിയും വളരെ കുറച്ച് എവിഡൻസും കുറച്ച് സഹായ സഹകരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അതിൽ നിന്നാണ് ഈ ആർക്കിയോളജിക്കൽ ഫാക്ട്സ്, നമ്മൾ പശുവിന്റെ രൂപത്തിലുള്ളത്, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ വ്യത്യാസമായ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അവര് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അത് മണ്ണിനടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുത്തിട്ട് അതിന്റെ വാല്യൂ, അതിന്റെ സമയം, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ, അതിൽ നിന്ന് നമ്മൾ അസംഷനിൽ ചെയ്ത് ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. അതെന്താണെന്നൊന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ എന്താണ് കാര്യങ്ങൾ, അവരുപയോഗിച്ചിരുന്ന ശിലകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, സ്റ്റോൺ ടൂൾസ്. പിന്നെ വരുന്നത് അവരുപയോഗിച്ചിരുന്ന പോട്ടുകൾ അല്ലെങ്കിൽ കലങ്ങൾ പൊട്ടിപ്പോയ കലങ്ങളുടെ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഭാഗങ്ങളാണ്. നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ ഭൂമിക്കടിയിൽ നിന്നിങ്ങനെ കുഴിച്ച് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുത്താൽ മാത്രമേ നമുക്ക് അതിനെ ഒരുമിച്ചാക്കാൻ പറ്റുള്ളൂ. ഞാൻ ചിത്രം കൊടുത്തിട്ടുണ്ട്. ബോൺ ഫ്രാഗ്മെന്റ്സ്, ശരീരത്തിൽ മനുഷ്യന്റെ ശരീരത്തിലുള്ള ആ ബോൺസിന്റെ പീസുകൾ, അതൊക്കെ ഒരുമിച്ചിട്ടാണ് ഒരു രൂപം ഉണ്ടാക്കുന്നത്. കേവില് ഉള്ള പെയിന്റിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് എഴുത്തില്ല, പക്ഷെ പിക്ചറൈസേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഗുഹകളിൽ അവര് കല്ലുകൊണ്ട് ചിത്രം വരയ്ക്കുക. അപ്പൊ അല്ലെങ്കിൽ അവർ ആ കാലഘട്ടങ്ങളിൽ അവർ കാണുന്നതിന് പടം വരച്ചു വെച്ചിട്ടുള്ളത് ആണ് കേവ് പെയിന്റിങ്സ് എന്ന് പറയാ. പിന്നെ കിട്ടിയിട്ടുള്ളത് കോയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ നാണയങ്ങൾ, പിന്നെ ഇൻസ്ക്രിപ്ഷൻസ്,
എഴുതിയിട്ടുള്ള ശിലകളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ഇൻസ്ക്രിപ്ഷൻസ്, സീല്, സ്കൾപ്ചേഴ്സ്, തുണിത്തരങ്ങൾ, ആനിമൽസിന്റെ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളുടെയും ആനിമൽസിന്റെയും അവരുടെയും ബോൺസ് അല്ലെങ്കിൽ അവരുടെ അസ്ഥികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഡൈനോസറിന്റെ ഒക്കെ അസ്ഥികൾ കൂട്ടിയാണ് നമ്മൾ അതിന് ഇങ്ങനത്തെ ഒരു ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. ആ റിമൈനിൻസ് എന്നാണ്, അവരുടെ ആനിമൽ റിമൈൻസ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതേമാതിരി ഹ്യൂമൻ ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയാം. ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്ട്സ്, ആർക്കിയോളജി കുഴിച്ചെടുത്തതിൽ കിട്ടുന്ന ഫാക്ട്സ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്താന്ന് നോക്കിയാൽ, ഇത് നോൺ പോർട്ടബിൾ ആർട്ടിഫാക്ട്സ് അതാണ്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മാറ്റി കൊണ്ടുപോകുന്നില്ല. രണ്ടാമത് നമ്മൾ കാണുന്നത് ഇത് ആർക്കിയോളജിക്കൽ സൈറ്റ്സിൽ നിന്ന്, അതായത് ആ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ ഗവേഷണം ചെയ്ത് എടുത്തിട്ട് നാച്ചുറൽ ആയിരിക്കാം, ഓർഗാനിക് ആയിരിക്കാം, അനിമൽസിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളായിരിക്കാം. പക്ഷെ ഇത് ഇപ്പൊ സിന്ധു നദീ തടാക തീരത്ത് കിട്ടിയ സാധനമായിരിക്കില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാകും നൈൽ നദീ തീരത്ത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോർട്ടബിൾ അല്ല, മാറിപ്പോകുന്നില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഇനി ഹ്യൂമൻ എവല്യൂഷനിൽ തുടങ്ങിയ സമയം തൊട്ട് മനുഷ്യൻ രാശി ജീവിതത്തിൽ ജീവിച്ചു വരുമ്പോൾ ചുറ്റുപാടുമുള്ള നമ്മളുടെ എൻവയറമെന്റിൽ നമ്മൾ ഏതൊക്കെ ചേഞ്ചസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ചേഞ്ചസിനെ നമ്മൾ ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത് മാത്രമല്ല, പതുക്കെ നമ്മൾ കൾച്ചറലായിട്ട് എന്തൊക്കെ വ്യത്യാസം വന്നു. കൾച്ചറലായിട്ട് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി, അവന്റെ സർവൈവലിന് വേണ്ടി അവൻ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ആദ്യത്തെ ആയുധങ്ങൾ മുഴുവനും റഫായിട്ടുള്ള സ്റ്റോൺ കൊണ്ടുള്ള അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളാണ്. നമുക്ക് നോക്കാം. ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത് ചെറിയ ചിപ്പി എടുക്കുക, ഇങ്ങനെ കല്ലിനെ ചെത്തി എടുക്കുമ്പോഴാണ് ഫ്ലേക്ക് ആവുക. ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോ നമ്മൾ കഴിക്കുന്നില്ലേ കോൺ ഫ്ലേക്സ് എന്ന്. ഫ്ലേക്സ് എന്ന് വെച്ചാൽ അതിൽ ധാന്യത്തിന്റെ ഫ്ലേക്ക് ആണ്, ഒരു ഭാഗം ഇങ്ങനെ ചിപ്പ് ചെയ്ത് എടുക്കുന്നതാണ് ഫ്ലേക്ക് എന്ന് പറയാ. ഈ ഫ്ലേക്കിംഗ് ടെക്നിക്സ് വലിയ സ്റ്റോണിന് ചെറിയ പീസസ് ആയിട്ട് സ്റ്റേക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അവര് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും കല്ലുകൊണ്ട് തന്നെയാണ്. പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓരോ കൾച്ചറിന്റെ വ്യത്യാസങ്ങളായിട്ട് വരാം, ഓരോ സമയ കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളായിട്ട് വരാം. ഇതിനെ കണ്ടുപിടിച്ചിട്ടാണ് ആർക്കിയോളജിയിൽ ഹിസ്റ്റോറിയൻസും കൂടെ ഒരുമിച്ച് അതിന്റെ ഒരു പ്രീ ഹിസ്റ്റോറിക് കൾച്ചറായിട്ട് കൊണ്ടുവരുന്നത്. ഏർലി പാലിയോലിത്തിക് ഏജ് സമയത്ത്, അതായത് ആദ്യ കാലഘട്ടങ്ങൾ, ആദ്യ മനുഷ്യൻ അവൻ ഒന്നും കൃഷി ചെയ്തിരുന്നില്ല. അവൻ എന്താ ചെയ്തിരുന്ന, പരിസരങ്ങളിൽ താമസിക്കുന്നതിന്റെ പരിസരങ്ങളിൽ അവിടെ തേടി നടന്ന് ഏതൊക്കെ കിട്ടുന്നോ അതിനെ കളക്ഷൻ ചെയ്യും അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യും. അപ്പൊ അത് എടുത്തുകൊണ്ട് വരും. അപ്പൊ അത് റൂട്ടായിരിക്കാം, ഫ്രൂട്ടായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം, അതിനെ ഗ്യാദർ ചെയ്തെടുത്താണ്. അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹണ്ടിങ്, ഒരു ആനിമലിനെ അല്ലെങ്കിൽ ഒരു ചെറിയ റാബിറ്റിനെ ആയിക്കോട്ടെ, ഒരു മാനിനെ ആയിട്ട് അവൻ ഹണ്ട് ചെയ്ത് വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ വേട്ടയാടാൻ ഉദ്ദേശിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല വേട്ടയാടുന്നത്, കൂട്ടമായിട്ട്. ഒരു 4-5 പേര് ചേർന്നിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട്. ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ചിലപ്പോൾ മൃഗങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ 3-4 പേര് ഒരുമിച്ച് ചേർന്ന് അതിനെ മൃഗത്തിനെ കീഴ്പ്പെടുത്താൻ പറ്റും. അപ്പോൾ അവിടെ അവര് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് അത് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് നിയോലിത്തിക് പീരീഡിലാണ് സ്വന്തം ആഹാരം സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലേക്ക് വരുന്നത്. ഇനി ഈ ഹണ്ടർ ഗാദറേഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യനെ ആനിമൽസിനെയോ അല്ലെങ്കിൽ ഹണ്ടറുമാണ് ഗാദറുമാണ്. ഫുഡ് കളക്ട് ചെയ്യുന്ന ആളുമാണ്
അതിനെ മൃഗങ്ങളെ വേട്ടയാടി, ചെറിയ മൃഗങ്ങളെയാണ് ആദ്യ കാലങ്ങളിൽ വേട്ടയാടിയിരുന്നത്. ആ ചെറിയ മൃഗങ്ങളെ വേട്ടയാടി, എക്സാമ്പിൾ ആയിട്ട് റാബിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കോഴികൾ, അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ വേട്ടയാടി പതുക്കെ പതുക്കെ അവനൊരു ധൈര്യം വന്നു. ആനിമൽസിന് നമ്മളെ മനുഷ്യരെ പേടിയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അതിനെ ബുള്ളിനെയും എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യാമെന്നുള്ള, അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു സ്റ്റേജ് അവർക്ക് വരുന്നു. അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുന്നു, ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒറ്റ 4-5 പേരായിട്ട് ചേർന്ന് അറ്റാക്ക് ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി. അപ്പോൾ എന്ത് പറ്റും? അവർക്ക് ബെനിഫിറ്റ്, കുറച്ചു കാലത്തേക്ക് അവർക്ക് ഹണ്ടിങ്ങിന് പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഫുഡിനെ തേടി പിടിക്കേണ്ട കാര്യമില്ല, ഗ്യാദർ ചെയ്യേണ്ട കാര്യമില്ല. വലിയൊരു ബുള്ളിനെയൊക്കെയാണ് അവര് അടിമപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ കുറച്ച് ഒരു 5-6 ദിവസമോ അല്ലെങ്കിൽ 5-6 ആഴ്ചയോ അതുകൊണ്ട് ഭക്ഷണത്തിന് തേടി പോകേണ്ട കാര്യം വരാണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവർക്ക് റിക്രിയേഷനെ പറ്റി തോന്നുന്നതും ഇത് പടം വരയ്ക്കാൻ തോന്നുന്നതും. ഇങ്ങനെ പ്രൈമറി എവിഡൻസിൽ നിന്ന് നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും ശിലകളുടെ ഉപയോഗം, ശിലകളെ ടൂളായിട്ട് ഉപയോഗിക്കുക, ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക, അവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് മൾട്ടിപ്പിൾ ആയിട്ടാണ് ഈ പ്രോസസ്സ് വരുന്നത്. ഇനി പാലിയോലിത്തിക്കും സ്റ്റോൺ ഏജ് കൾച്ചറിൽ എന്താ വരുന്നത് വെച്ചാല്, ഈ സമയത്താണ് നമ്മള് ജോൺ ലെബക്ക് എന്ന് പറഞ്ഞ ഒരു ആർക്കിയോളജിസ്റ്റ് പറയുന്നുണ്ട്, 1865 പ്രീ ഹിസ്റ്റോറിക് പീരീഡില് മനുഷ്യൻ അവന്റെ ആയുധമായി കല്ലിനെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ കൊച്ചു കുട്ടികളായിട്ടിരിക്കുമ്പോൾ നമ്മൾ നാട്ടിൻ പ്രദേശത്ത് നടക്കുകയാണെങ്കിൽ മാവിൽ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് താഴെ കിടക്കുന്ന ഒരു കല്ലെടുത്ത് എറിയാന്ന് പറയും. കാരണം അത് മനുഷ്യ സഹജമാണ്, കല്ലിനെ ഉപയോഗിച്ചിട്ട് മാങ്ങയുടെ മേത്ത് കല്ലെറിയ. അപ്പൊ ഇത് ഇപ്പോഴത്തെ കാലത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ എന്നാലും കുട്ടികൾ അത് ചെയ്യും. ദേഷ്യം വന്നു കഴിഞ്ഞാലും കല്ലെടുത്തെറിയും. അപ്പൊ കല്ലിന്റെ ഉപയോഗം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആദ്യകാലങ്ങൾ തൊട്ട് ഉപയോഗിച്ചതാണ്. അതാണ് ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇതിനെ വളരെ പാലിയോലിത്തിക് പീരീഡില് അല്ലെങ്കിൽ ആ കൾച്ചറില് 3 ഫേസസ് ഉണ്ട്, 3 പീരീഡ് ഉണ്ട്. ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ മാറ്റി ടെക്നോളജി കൂടെ കൺവേർട്ട് ചെയ്തിട്ടാണ് അടുത്ത 3 പീരീഡിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. കാണാം. ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഓൾഡ് മാൻ ടൂൾസ് എന്ന് പറയും. ഈ ഓൾഡ് മാൻ ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ലോവർ, ഞാൻ നേരത്തെ പറഞ്ഞു ലോവർ, അപ്പർ ആൻഡ് പീരീഡ് ദം. അപ്പൊ ഈ ലോവർ പാലിയോലിത്തിക് കൾച്ചർ ടൈമില് മനുഷ്യൻ ആനിമൽസിന്റെ എല്ലിനെ അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് സ്റ്റോൺ ടൂൾസിനെ കൂടെ ഇതിന്റെ കൂടെ ആസ്ട്രോപലൈറ്റൈസ് ഗാർക്കി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഈ സ്റ്റോൺ ചോപ്പർ ഇതിനെ ഉപയോഗിച്ച് ഓടിവായി താൻസാനിയ കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് കിട്ടിയ ഇതാണ് ഈ പ്രത്യേകമായിട്ട് ഈ വെറൈറ്റി ടൂൾസിനെയാണ് ഓൾഡ് വൺ ടൂൾസ് എന്ന് പറയാം. അതായത് സിമ്പിൾ ആണ്, ഫ്രാഗ്മെന്റഡ് ആണ്, ചിപ്ഡ് സ്റ്റോൺസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റോൺസ് ആണ്, വളരെ ചോപ്പ് ചെയ്തിട്ട് ഫ്രാഗ്മെന്റഡ് ആണ്, ചിപ്സ് ആണ്. ഇതിനെ നമുക്ക് കിട്ടുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് താൻസാനിയയിൽ നിന്നാണ്. അടുത്തതായിട്ട് അക്വേലിയൻ. ഇതിന്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കൈ പിടിക്കാൻ ഹാൻഡ് ആക്സ് എന്നുള്ള ലെവലിലേക്കാണ് വരുന്നത്. ഓരോ കാലഘട്ടം കഴിയുന്നവരും കല്ലിന്റെ കൈക്കുള്ളിൽ നിൽക്കണം, ഹാൻഡ് ആക്സ് ആണിത്. അപ്പൊ ഇതിന് ടെക്നിക്സിന് ഈ വലിയ ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ചിപ്പ്, നമ്മള് അരി ഇടിച്ചിട്ട് അവലാക്കി എടുക്കില്ലേ ശകലങ്ങൾ, അതിനെയാണ് ഫ്ലേക്ക് എന്ന് പറയാ. അപ്പൊ ഈ ഫ്ലേക്സിനെ ഒരു ഹാൻഡ് ഫാക്സ് ആയിട്ട്, ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അക്വീലിയൻ ടെക്നോളജി എന്നാണ് ഇതിനെ പറയാ. ഈ അക്വീലിയൻ ടെക്നോളജി ഹോമോ എലക്ട്രസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇവരെ ഇതിനെ അവന്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന ഒരു ആയുധമായിട്ടും കുത്താനും വെട്ടാനും എല്ലാത്തിനും ഒരു ടൂളായിട്ടും ഉപയോഗിക്കാം. ഒരു പെട്ടെന്നൊരു അറ്റാക്ക് വരികയാണെങ്കിൽ അതിനെ അത് എതിർക്കാനുള്ള, കുത്താനുള്ള ആയുധമായിട്ടും വെപ്പണായിട്ടും ഉപയോഗിക്കുന്നു. പിന്നത്തെ കാലഘട്ടങ്ങളിൽ അവൻ ക്ലീവേഴ്സ്, ക്രീപ്പേഴ്സ്, സൈഡ് ക്രീപ്പേഴ്സ് ഇതെല്ലാം
പതുക്കെ 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 നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന വിധത്തിൽ ആദ്യത്തെ കാണുന്ന മാതിരിയുള്ള ചിത്രമല്ല ടുവേഴ്സ് ദ റൈറ്റ് സൈഡിൽ വരുന്നത്. അതിന്റെ വ്യത്യാസങ്ങൾ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഇനി ലോവർ പാലിയോലിത്തിക് പീരീഡ് ടൈമില് ഇന്ത്യയില് നമ്മള് ആ സമയത്ത് സ്റ്റോൺ ടൂൾ മേക്കിങ്ങിന്റെ ടെക്നിക്സ് ആണ് കണ്ടുപിടിച്ചിരുന്നത്. ആ ടെക്നിക്സിനെയാണ് സോഹിയൻ, അഹ്യൂലിയൻ, സോമേനിയൻ കൾച്ചർ എന്ന് പറയും. ഈ കൾച്ചറിൽ 1936 ഇതിനെ എന്തുകൊണ്ട് അവർ സോഹി എന്ന് പറയുന്നു, ഇത് കണ്ടുപിടിച്ചിട്ടത് പാകിസ്ഥാനില് സോഹൻ വാലിയിലാണ്, അതുകൊണ്ട് അതിനെ സോഹി എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് സിൽവാക്സിൽ കണ്ടുപിടിച്ചു. അതിലെയും ഇതേ ടൂൾസ് ഇതേമാതിരി തന്നെ ചോപ്പേഴ്സ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഖോസ് ഉണ്ടായിരുന്നു. പിന്നെയും ഫ്ലേക്സ് എന്ന് പറയുന്ന ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അക്വിലിയൻ ടൂൾസ്, ഇതിലും അക്വിലിയൻ ടൂൾസിലും പറയുന്നത് ഹാൻഡ് ആക്സസും ക്ലേവേഴ്സും സ്ക്രേപ്പേഴ്സും ആണ്. ഞാൻ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കൂ. ലോവർ പാലിയോലിത്തിക് ടൂൾസ് ടൈമിൽ കണ്ടുപിടിച്ചിരുന്ന ആയുധങ്ങളാണ്, പക്ഷെ അത് കല്ലാണ്. കല്ലിന്റെ പിടിച്ചിട്ട് കല്ലിന്റെ ഷേപ്പിന്റെയും അതിന്റെ മൂർച്ചയുടെയും അതിന്റെ പിടിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി മിഡിൽ പാലിയോലിത്തിക് പീരീഡില് മധ്യകാലഘട്ടങ്ങളിൽ ഇതിൽ നെതർലാൻഡ്സ് അവിടെ ആ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ലെവേസ് ടെക്നിക് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്ക് ഡാർക്ക് കോർസ് ടെക്നിക്സ് എന്ന് പറയുന്നു. ഇതിന് രണ്ടും മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ ഫ്ലേക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഫ്ലേക്ക് തന്നെയാണ്, പക്ഷെ കോമ്പോസിറ്റ് ഫോമിലാണ് ഈ ടൂൾസിനെ അയാൾ മാറ്റിയെടുക്കുന്നത്. അവനവന്റെ ആവശ്യം അനുസരിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തി മാറ്റിയെടുക്കുന്നു. ഇനി അപ്പർ പാലിയോലിത്തിക് പീരീഡ് വന്നുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അപ്പർ പാലിയോലിത്തിക് കൾച്ചർ വരുമ്പോഴത്തേക്കും അതിന് ആ കൾച്ചറിന് ഒരു ബ്ലേഡിന്റെ, നമ്മൾ ഒരു ബ്ലേഡ് ഇപ്പൊ പെൻസിൽ ചെത്താനായിട്ട് ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ ചെരിച്ചു പിടിച്ചാൽ ചെത്താറ്. കാരണം അങ്ങനെ ചെത്തിയാൽ മതി, ആ ചെരുവിൽ കൂടിയാണ് അതിന്റെ വർക്ക് വരുന്നത്. ഇവിടെയും അതേമാതിരി ബ്ലേഡ് ടൂൾ ടെക്നോളജിയിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പർ പാലിയോലിത്തിക്കിൽ. ഇതിനെ അവര് ഹണ്ട് ചെയ്യാനും ഗ്യാദർ ചെയ്യാനും എല്ലാം ഉപയോഗിച്ചിരുന്നു. ക്രോമാക്കോൺസ് ഉപയോഗിച്ചിരുന്നതാണ്, ഫിഷിംഗ് ടൈമിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, കാലക്രമേണ ആയുധങ്ങളുടെ ഷേപ്പ്, സൈസ്, മൂർച്ച, അതിന്റെ ആംഗിള് ഒക്കെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനിൽ കൂടെ മാറി 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 അതിനെ കേവ് ആർട്ട് ലെവലിലും അതിലും പിന്നെ അവൻ ഉപയോഗിക്കുന്ന ആയുധത്തിനെ കുറച്ചുകൂടെ അവൻ ബ്യൂട്ടിഫൈ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡൊമസ്റ്റിക്കേഷൻ. ആനിമൽസിനെ അല്ലെങ്കിൽ മൃഗങ്ങളെ എങ്ങനെ നമ്മളുടെ പരിധിയിൽ വരുത്തിക്കാം, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആണ്. ഈ ആനിമൽസിനെ കണ്ടുപിടിച്ചല്ല, അല്ലെങ്കിൽ അവന് ആദ്യം കുറച്ച് ഫുഡ് കൊടുത്തിട്ട് അതിനെ പിടിച്ച് അതിനെ പരിചയപ്പെട്ട് അതിനെ നമ്മുടെ വീട്ടോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന വിധത്തിൽ വരുമ്പോൾ ആനിമൽസ് മനുഷ്യരുമായിട്ട് അടുക്കാൻ തുടങ്ങുന്നു. കാട്ടിൽ വളർന്ന ആനിമൽസ് മനുഷ്യരുമായിട്ട് അടുക്കാൻ തുടങ്ങുന്നു. അടുത്തടുത്ത് അവർ തമ്മിൽ ഉള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ അവർ തമ്മിൽ ഉള്ള ഒരു വിശ്വാസം, മാസ്റ്റർ സബോർഡിനേറ്റ് എന്നുള്ള ഒരു വിശ്വാസം വരുന്നു. പിന്നത്തെ കാര്യം എന്താ, ഇവർക്ക് അനിമൽസിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ടൈം ചെയ്തെടുക്കാന്ന് വെച്ചാൽ പരിചയപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആഹാരം കിട്ടും എന്നുള്ളത് ആ ആനിമൽസിന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അതുങ്ങൾ അതിന്റെ മാസ്റ്റർ പറയുന്നത് അനുസരിച്ച് ഭാഷ മനസ്സിലാവുന്നു. അത് കഴിഞ്ഞിട്ട് അത് പറയുന്നത്, ആ ചെയ്യുന്ന മനുഷ്യൻ പറയുന്ന ഓർഡർ അത് മനസ്സിലാക്കുന്നു. അങ്ങനെ 10-20,000 വർഷങ്ങളില് നമ്മൾ ഈ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ആയത്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത് ഡോഗാണ്. പിന്നെ കുതിര വരുന്നുണ്ട്, കാള വരുന്നുണ്ട്, അനിമൽസ് പലതും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫെയ്ത്ത്ഫുൾ ആയിട്ട്
മനുഷ്യരാശിയിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഡോഗ് കൂടെ നടന്നോളും. അവർക്ക് അത് ഉടമസ്ഥന്റെ അല്ലെങ്കിൽ എന്റെ മുതലാളി എന്നുള്ള ലെവലില് അയാളെ എവിടെ പോയാലും ഫോളോ ചെയ്യാനും അങ്ങേർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം മുതലാളിക്ക് വേണ്ടി ചെയ്യാനും എന്തെങ്കിലും ചെയ്യാനും രക്ഷപ്പെടുത്താനും പ്രശ്നങ്ങൾ വന്നാൽ കേൾക്കാൻ. നിങ്ങൾ കുട്ടികളായ ചെറിയ കുട്ടികള് ഫാൻഡംസിന്റെ സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോൾ ഫാൻഡത്തിന് ഒരു കുതിരയും ഒരു പട്ടിയും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആയിട്ടാണ്, ആ വിശ്വാസത്തിന്റെ പേരിലാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവുകയും പിന്നീടുള്ള എല്ലാവിധമായ അത് വേട്ടയായാലും ശരി, അറ്റാക്ക് ആയാലും ശരി, അത് യുദ്ധത്തിലായാലും ശരി, അതിന്റെ ആ ആനിമൽസിനെ അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ ഉപയോഗിക്കാൻ മനുഷ്യരാശിയിൽ അവൻ ഉപയോഗിക്കാൻ പഠിച്ചു തുടങ്ങി. നൊമാറ്റിക് കമ്മ്യൂണിറ്റീസ് നിന്ന്, അതായത് നൊമാറ്റിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലം പോകുന്നവരാണ് നമ്മൾ നൊമാറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയാ. അല്ലെങ്കിൽ ജിപ്സികൾ എന്ന് പറയും, അല്ലെങ്കിൽ നാടോടികൾ എന്ന് പറയും. ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോകുന്നവർ. ഇവരെന്താ ചെയ്യുക വെച്ചാൽ അവരുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ കൃഷി, അല്ലെങ്കിൽ വലിയ കൃഷിയല്ല, ഒരു ചെറിയ കൃഷി, ചെറിയ തരത്തിലുള്ള ഒരു പാസ്റ്ററലിസം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ചെറിയ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് കുറച്ചു കാലം നിൽക്കും. അതായത് അധികാലത്ത് നീണ്ട മാസങ്ങളോളം നിന്നിട്ടുള്ള കൃഷിയല്ല അവർ ചെയ്യുന്നത്. വളരെ ചെറുതായിട്ടുള്ള കൃഷികൾ ചെയ്യുകയും അല്ലെങ്കിൽ അവിടെ താമസിക്കുകയും ആ താമസിച്ച സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, നട്ടു വളർത്തുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, അതിനെ ഉപയോഗിക്കുക. അങ്ങനെ അവർ ചെറിയ ചെറിയ അണുകുടുംബങ്ങൾ, ചെറിയ ചെറിയ ഫാമിലീസ്, 4-5 ഫാമിലീസ് കൂടിയിട്ട് ഒരുമിച്ച് അതിനൊരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഹെഡ് തലവൻ പറയുന്നത് അനുസരിച്ച് പോവുക. അങ്ങനെ അവര് മാറി മാറി ഒരു സ്ഥലത്ത് ഏത് കാലഘട്ടത്തിന്റെ അനുസരിച്ചും വർഷത്തിന്റെ വരവ്, മൃദു വരവ്, സമ്മറ്, ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അവർ സ്ഥലങ്ങൾ മാറി പോകുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ നൊമാറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുക, വിന്റർ സമയത്ത് അവര് ഫോറസ്റ്റിന്റെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ മൗണ്ടനില് വാലീസിലും പോയി താമസിക്കുക. അപ്പോൾ അവര് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മൈഗ്രേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാ. എപ്പോഴാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വേറെ സ്ഥലത്ത് പോകും. ഇത് നൊമാറ്റിക്. നമ്മൾ പക്ഷികൾ കൂടെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്നത് ഇന്ത്യയിൽ. ഇനി പാസ്റ്ററൽ കൾച്ചേഴ്സ് സദേൺ ഡെക്കാണിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. കുർബ ഇൻ കർണാടക, റാസലീമിയ, ഗോൾവാര, ഈ സ്ഥലങ്ങളിലൊക്കെ കുറവാസ് എന്ന് പറയും. ട്രേഡേഴ്സ് ആണ് അവരുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത്, അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് നൂലാണ്. ഈ വൂളാണ് അവര് കൊണ്ടുപോയി വിൽക്കുന്നത്. ഈ നൊമാറ്റിക് ഗ്രൂപ്പ് ചെറിയ ബിസിനസ് നടത്തുന്നവരാണ്, വലിയ ബിസിനസ് അല്ല, ചെറുതായ വിധത്തിൽ. അവര് ഗംഗോളി ബ്ലാങ്കറ്റ് ഇങ്ങനെ തോളത്തിട്ട് നമ്മുടെ നാട്ടിൽ കൂടെ നടന്ന് വരുന്ന കാണാം. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അവർ വിറ്റ് ചെറിയ വിധത്തിലുള്ള ട്രേഡിംഗ് ആണ് അവർ ചെയ്തു കൊണ്ടുപോകുന്നത്. ഈ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പതുക്കെ പല വിധത്തിലുള്ള കമ്മ്യൂണിറ്റികളായിട്ടുള്ള പരിചയം വരുന്നു. അവര് പിന്നെ പരസ്പരം ഭാഷകൾ മനസ്സിലാവുന്നു. ഓരോ പ്രാക്ടീസ് ടൈമിലും മാറി മാറി വരുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ കമ്മ്യൂണിറ്റീസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ കൊണ്ട് നമ്മുടെ ഇന്ത്യയില് അഗ്രികൾച്ചറൽ സൊസൈറ്റിയില് അവര് മാറി മാറി വരും. ഈ നമ്മള് കാലഘട്ടം അനുസരിച്ച്, അല്ലെങ്കിൽ ട്രഡീഷണൽ ക്രാഫ്റ്റ് എന്ന് പറയും. ട്രഡീഷണൽ ക്രാഫ്റ്റ്, ഈ കാശ്മീരി കാർപ്പറ്റ്സ് കേരളത്തിൽ വരുന്നുണ്ട്. അതേമാതിരി ആന്ധ്രയിൽ വരുന്ന സാരീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ സമയമനുസരിച്ചും അവരുടെ വെതർ അനുസരിച്ചും അല്ലെങ്കിൽ കാലഘട്ടം അനുസരിച്ചും മാറി വരുന്ന കൾച്ചർ ഇവിടെ കാണാൻ പറ്റും. ഇനി നിയോലിത്തിക് ആൻഡ് കാലിയോലിത്തിക് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 2 തരത്തിലുള്ള ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഓരോ കാലഘട്ടങ്ങളിലും മാറി മാറി അർബനൈസേഷൻ വരുന്നു. അർബനൈസേഷൻ നാടുകൾ വലുതാവുകയാണ്. നിയോലിത്തിക് റെവല്യൂഷനിൽ കൂടെയും ഈ മനുഷ്യരാശിയിൽ കൂടെയും എൻവയറമെന്റൽ ഹിസ്റ്ററിയിൽ കൂടെയും നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഓരോ കാലഘട്ടത്തിലും
ഈ റിവർ ബൗണ്ട് അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നദിയുടെ തീരത്ത് ഉണ്ടാക്കുന്ന അഗ്രികൾച്ചർ, അതിനാണ് റിവർ ബൗണ്ട് അഗ്രികൾച്ചർ. അതിൽ നിന്ന് മാറി ഒരു വലിയ ഓപ്പൺ ഫീൽഡിലേക്ക് ബേസിക് ആയിട്ട് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡില് അഗ്രികൾച്ചറൽ തുടങ്ങാനും, അതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയന്റെ അഡ്വാൻറ്റ് ആണ്. ടൂൾസ്, ഓരോ ടൂൾസും അയൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ടൂൾസിന്റെ വരവോടുകൂടി അത് അവർക്ക് കാര്യമായിട്ട് അവിടെ മാറ്റാൻ പറ്റി. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും പറഞ്ഞത് മുഴുവനും ഈ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആണ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താ വരുന്നത് വെച്ചാല് റിവർ വാലിയും സിവിലൈസേഷനും കൂടിയിട്ടാണ്. റിവർ വാലി സിവിലൈസേഷൻ എത്രത്തോളം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സിനെ ചൂഷണം എടുത്തു, അവരെന്തുകൊണ്ട് ഓരോ നദീന്റെയും തടാകത്തിന്റെയും അടുത്ത് താമസിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് ഈ റിക്വയർഡ് ആയിട്ടുള്ള ടൂൾസിനെ ഉണ്ടാക്കാൻ തുടങ്ങി, ഈ കലിയോളിത്തിക് ഏജ് പീരീഡില് എങ്ങനെയാണ് സ്മെൽറ്റിംഗ് ചെയ്ത അയൺ ഓറിനെ, ക്രാഫ്റ്റ് മെറ്റലിനെ, ആർട്ടിഫൈസിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിലെ ധവനങ്ങളെ രൂപീകരിച്ച് അതിനെ കോപ്പറിന്റെ വിധത്തിൽ, ഫസ്റ്റ് മെറ്റൽ ആണ് കോപ്പർ ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് മെറ്റൽ കോപ്പർ കൊണ്ട് കണ്ടുപിടിച്ച ശേഷം പിന്നെയാണ് അടുത്ത സ്റ്റേജ് ആയിട്ടാണ് അയൺ വരുന്നത്. അപ്പോൾ ഈ ധാതുക്കൾ ചൂടാക്കി മെൽറ്റാക്കി അതിനെ മോൾഡിൽ കഴിയുമ്പോൾ, ആ മോൾഡിൽ കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു ആയുധം കിട്ടുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഡസിലെ ഗാഗർ ഹാഗ്ര റീജിയനിൽ കാണുന്നു 2600 BC. ഇവിടെ ഫസ്റ്റ് സിവിലൈസേഷൻ ടൈമില് പല വിധത്തിലുള്ള കോപ്പർ കൊണ്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആർക്കിയോളജിസ്റ്റ്. ഇതിന്റെ ഈ അർബൻ സിവിലൈസേഷൻ വരുമ്പോൾ അതിന് പ്രത്യേകതരമായ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കി ഫോർട്ടിഫൈഡ് ആൻഡ് ക്ലാസിഫൈഡ് സിറ്റീസ്. ടൗൺ പ്ലാനിങ് വളരെ ക്ലിയർ ആണ്. നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ പഠിച്ചു നോക്കുമ്പോൾ ടൗൺ പ്ലാനിങ് വളരെ വൃത്തിയായിട്ട്, ആദ്യ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്, അവർ എത്രത്തോളം ഒരു സ്ഥലത്തിന് ചുറ്റും കോട്ട കെട്ടുക. ഫോർട്ടിഫൈഡ് എന്ന് വെച്ചാൽ കോട്ട കെട്ടുക. പിന്നെ സിറ്റിനെ ക്ലാസിഫൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതൊക്കെ നടന്നിരുന്ന, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ബ്രിക്ക് കൊണ്ടുള്ള സ്ട്രക്ചേഴ്സ്, ഇഷ്ടിക കൊണ്ടുള്ള സ്ട്രക്ചേഴ്സ്, ബിൽഡിങ്സ് ഉണ്ടാക്കുക. പബ്ലിക് ബിൽഡിങ്സ് ഉണ്ടാക്കുക, അതായത് പ്രേയറിനോ പ്രാർത്ഥിക്കാനോ, പള്ളികളോ അല്ലെങ്കിൽ അമ്പലം മാതിരി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഉള്ള സ്ഥലങ്ങൾ, പ്രേയർ പബ്ലിക് ബിൽഡിങ്സ് ഉണ്ടാക്കുക. റോഡ്, ഈ ഇൻഡസ് വാലിയിലെ എല്ലാ എൽ ഷേപ്പിലായിരുന്നു റോഡ് പ്ലാനിങ്. ദാറ്റ് മീൻസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡിന്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു? എൽ ഷേപ്പ് ആയിരുന്നു. പിന്നെ അതേമാതിരി റോഡിന്റെ രണ്ട് സൈഡിലും വീടുകൾ ഉണ്ടാക്കുക. ആ വീടിൽ നിന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം. അതേമാതിരി തന്നെ ഹൗസ് പ്ലാനിങ്, അതേമാതിരി വെയിറ്റ്, ഒരു തൂക്കം, മെഷറിംഗ് സിസ്റ്റം, പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഈ സീൽ ഉണ്ടാക്കുമ്പോൾ ആ ഓരോ സീലിലും അതിൻ്റെതായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കണ്ടുപിടിച്ച് അതിനെ അനലൈസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആർക്കിയോളജിസ്റ്റ്. ഡൈവേഴ്സിഫൈഡ് പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ, ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബിസിനസ് നടന്നിരുന്നു. ബ്രൗൺസ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ബ്രൗൺസ് കൊണ്ടുള്ള ആയുധങ്ങളും അതേമാതിരി പരാമർശിച്ചിരുന്നു എന്നുള്ളത് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള അർബൻ സിവിലൈസേഷനിൽ കണ്ടുവരുന്ന ഒരു ഫീച്ചേഴ്സ് ആണ്. ഇനി 1500 BC അർബൻ സെറ്റിൽമെന്റ്സിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ സമയത്താണ് ആര്യൻസിന്റെ വരവും അവരിവിടെ റിവർ വാലിയിൽ, അതായത് സിന്ധു നദീതീരങ്ങളിൽ അഗ്രികൾച്ചറിന്റെ പർപ്പസിന് വേണ്ടി അവര് കോളനൈസേഷൻ വരുന്നു.
ഈ കോളനൈസേഷൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ആ സമയത്ത് നോർത്ത് ഇന്ത്യയില് 16 വലിയ ടെറിട്ടോറിയൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്ഥാനമുണ്ട്. അതിനെ മഹാജനപദാസ്, അതിന്റെ പേരാണ് 16 രാജ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ് മഹാജനപദാസ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത് വെച്ചാല് അതിന്റെ അവരുടെ ജീവിത രീതികളും അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പോക്കും അവരുടെ എല്ലാ എങ്ങനെയാണോ ആ സൊസൈറ്റി ജീവിച്ചിരുന്നെന്നുള്ളതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സൊസൈറ്റിയിൽ പ്രീ സ്റ്റേറ്റ് ടൈമിൽ എങ്ങനെയായിരുന്നു മനുഷ്യനും എൻവയറമെന്റും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെയാണ് നമ്മൾ ഈ 1500 അർബൻ സെറ്റിൽമെന്റ്സിൽ അഗ്രികൾച്ചറൽ സിവിലൈസേഷൻ അല്ലെ കോളനി ഉണ്ടായ ശേഷത്ത് ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇവിടെ ക്ലൈമറ്റും മനുഷ്യന്റെ ചേഞ്ചും. ക്ലൈമറ്റിങ്ങിന് ആര്യൻസിന്റെ ഒരു വരവല്ല, ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നമുക്ക് വെള്ളം കിട്ടുന്നു, എവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, എത്രത്തോളം സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റും അറിയുമ്പോൾ അടുത്ത വേവ് ഓഫ് ആര്യൻസ് ഗ്രൂപ്പ് ആൾക്കാർ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ്, അതിനാണ് നമ്മൾ ഇവിടെ ഒരു കോറിലേഷൻ എന്ന് പറഞ്ഞത്. മനുഷ്യന്റെ താമസവും മനുഷ്യന്റെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനും തമ്മിൽ ഒരു ഡിസിഷനുണ്ട്, അല്ലെങ്കിൽ ഒരു കോറിലേഷനുണ്ട്. എപ്പോഴാണോ ആൾക്കാരുടെ വരവ് കൂടുന്നത് അപ്പോൾ അവിടെ വെള്ളത്തിന്റെ ഉപയോഗം കൂടും, സെറ്റിൽമെന്റ്സ് കൂടും. അപ്പോൾ സെറ്റിൽമെന്റ്സ് കൂടുമ്പോൾ ഇതൊക്കെ ചെയിൻ റിയാക്ഷനിൽ വരുന്നതാണ്. ആ സെറ്റിൽമെന്റ് കൂടി ആൾക്കാർ കൂടി വരുമ്പോൾ അവിടെ ക്ലൈമറ്റ് ചേഞ്ച് വരും. മരങ്ങളെ മാറ്റുന്നു, അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് അവര് ഇൻഡസ് വാലി സിവിലൈസേഷൻ ടൈമിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ആൾക്കാർ വന്നു പോയത്. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ നശീകരണം ഏത് വിധത്തിലായിരുന്നു, എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്. 7 ലെയറിൽ 7 പ്രാവശ്യം, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നദി ഓവർഫ്ലോ ആയിട്ടുണ്ടാകും. 7 പ്രാവശ്യം എന്നുള്ളതാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അത് പെട്ടെന്ന് നശിച്ചാൻ പോയി, ഒന്നില്ലെങ്കിൽ സൂക്കേട് പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ വന്ന പാർട്ടീന് വേറൊരു ഗ്രൂപ്പ് വരുമ്പോൾ അവർ തമ്മിലുള്ള പരസ്പരം നേരത്തെ ഇവിടെ താമസിക്കുന്ന ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും തമ്മിലുള്ള അടികൊണ്ടിട്ടുള്ള അത് ഡിക്ലൈൻ ആയിട്ടുണ്ടാവും. അപ്പൊ പല വിധത്തിലുണ്ട്. അല്ലെങ്കിൽ വേറെ പെട്ടെന്നുള്ള മാസായിട്ടുള്ള അസുഖങ്ങൾ, കണ്ടേജിയസ് അസുഖങ്ങൾ പിടിക്കാം, അല്ലെങ്കിൽ റിവർ ഓവർഫ്ലോ ചെയ്യാം, എർത്ത് ക്വേക്ക് ഉണ്ടാകാം, ഫ്ലഡ് ഉണ്ടാകാം, എക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ക്ലൈമറ്റ് ചേഞ്ചസും മനുഷ്യരാശിയും തമ്മിലുള്ള ബന്ധം അവിടെ വരുന്നു. ഇനി ഈ ക്ലൈമറ്റ് ചേഞ്ചും മനുഷ്യ മൈഗ്രേഷനും എന്തുകൊണ്ടാണ് ഇത്രത്തോളം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ തന്നെ ഡ്രൈയിങ് ക്ലൈമാറ്റിക് സ്റ്റോറേജ് സൗത്ത് ഏഷ്യയില്, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയില്, മിഡിൽ ഹോളോസൈനില് സൗത്ത് ഏഷ്യയിൽ ഇത് കാണുന്നുണ്ട്. അതേമാതിരി ഹാരപ്പൻ പീരീഡില് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ അർബൻ സെന്റേഴ്സിലൊക്കെ ഫ്ലഡ് പ്ലെയിൻസ്, ഇൻഡസ് വാലിയില് ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാറി അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക്, ഗാഗർ ഹാഗ്ര ഈസ്റ്റേൺ സൈഡില്, വെസ്റ്റ് നിന്ന് ഈസ്റ്റേൺ സൈഡിലേക്ക് വരുന്നു. മൈഗ്രേഷൻ നടക്കുന്നു എന്ന് വെച്ചാൽ മാറിപ്പോവുക. വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഭാഗത്ത് നിന്ന് അവര് ഗാഗർ ഹാഗ്ര ഈസ്റ്റേൺ സൈഡ്, കിഴക്ക് ഭാഗത്തേക്ക് ആൾക്കാര് മാറി വരുന്നു. ഈ അർബൻ സെന്റേഴ്സിലുള്ളവര് മാറി താമസിക്കാൻ വരുന്നു. 1880 പിന്നെയും ഒരു സ്മോളർ വില്ലേജ് സെറ്റിൽമെന്റ്സ് ഉണ്ട് ഹിമാലയത്തില്. അതായത് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിന്റെ താഴ്വാരകളിൽ ഗംഗ, യമുന, ദ്വാബിലും ഈ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സമയവും ക്ലൈമറ്റും അല്ലെങ്കിൽ വെതറിന്റെ ചേഞ്ച് അനുസരിച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് കണക്ഷൻ വരുന്നത് ആൾക്കാർ കൂടി വരുമ്പോൾ, സ്ഥലം മതിയാവാണ്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഓക്കെ, ഇനി ക്ലൈമാറ്റിക് ചേഞ്ചസിലെ മൈഗ്രേഷനില് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ഇങ്ങനെ വരുമ്പോൾ സ്കേഴ്സിറ്റി, വെള്ളം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർക്ക് എന്ത് പറ്റും,
വേറെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സോണിലേക്ക് അവര് മാറേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. ആ മാറേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ അവര് ആർട്ടിഫിക്കേഷൻ റീജിയനിലേക്ക് മാറുകയും അവിടെ ടെറിട്ടോറിയൽ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ സ്ഥലം മാറ്റം. ഈ സ്ഥലം മാറി വേറൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ റെഫ്യൂജീസുമാരി അവർ വരികയും അവർ താമസിക്കുകയും അവരവിടെ സ്ഥിരതാമസിക്കുകയും ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് അല്ലെങ്കിൽ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ അനുസരിച്ച് അവരുടെ ജീവിതചര്യങ്ങളും മാറി കൊണ്ടുവന്ന് മനുഷ്യൻ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ മാറിപ്പോവാ. ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട് ആൾക്കാർ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്കെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോറിൻ കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്തിനാ മൈഗ്രേറ്റ് ചെയ്യുന്നത്? കുറച്ചുകൂടി സൗകര്യമായ ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവര് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി മോഹൻജാദാരോയിലും നമ്മൾ ഇതേമാതിരി കാണുന്നുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ ടൈമിലും വേസ്റ്റ് വാട്ടർ ഡ്രെയിനേജ്, ഹാരപ്പൻ സിവിലൈസേഷനിൽ നമ്മൾ ഒരു ഗ്രേറ്റ് ബാത്ത് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഗ്രേറ്റ് ബാത്തിൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ടാങ്കിന്റെ സിസ്റ്റം, ഇപ്പോഴത്തെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാം ആദ്യകാലത്തിലെ, അതിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്സും അതേമാതിരി ബാത്ത്, അതേമാതിരി അവർക്ക് കുളിക്കാനുള്ള കുളിമുറികൾ, അതൊക്കെ ശേഷം അതിന്റെ അടിയിൽ കൂടെ ഈ വെള്ളത്തിനെ താഴത്തേക്ക്, അഴുക്ക് വാട്ടറിനെ താഴത്തേക്ക് കൊണ്ടുപോകണം. അതാണ് സീവേജ് സിസ്റ്റം. പക്ക സീവേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ 700 വെള്ളത്തിൽ കൂടെയും അവർ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലോത്തൽ, ഇമാനോ, സ്മോൾ ബണ്ടിലൊക്കെ വേറെ. ഇതില് റെയിൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെള്ളം മഴ പെയ്യുമ്പോൾ പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലങ്ങൾ, അതാണ് റെയിൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലോത്തൽ എന്ന് പറഞ്ഞ സ്ഥലത്തും ബൊഗോവ റിവറിലും സബർമതിയുടെ ഒരു ശാഖയാണത്. അവിടെയും നമ്മൾ ഹാരപ്പൻ പോർട്ടില് ടൈഡൽ ഡോക്യാർഡ്, അതായത് ടൈഡൽ ഡോക്യാർഡ് എന്ന് പറഞ്ഞാൽ ടൈഡ് വരുമ്പോൾ ഡോക്യാർഡില് മാരിടൈം ബിസിനസ്സില് നമ്മൾ അതെങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല്, ഹൈ ടൈഡ് വരുമ്പോൾ, ഇവിടെ കൊച്ചി കായലിൽ കാണാതെ ഹൈ ടൈഡ് വരുന്ന സമയത്താണ് കപ്പലുകൾ അകത്തോട്ട് വരിക. കാരണം ആ വെള്ളത്തിന്റെ ഹൈ ടൈഡിന്റെ പവറിന്റെ കൂടെ കയറാൻ പറ്റും. അതേമാതിരി കപ്പലുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിരിക്കും ലോ ടൈഡ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ടൈഡിന്റെ വെള്ളം കയറലും വെള്ളം ഇറങ്ങലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മാരിടൈം ബിസിനസ് അല്ലെങ്കിൽ മാരിടൈം ട്രേഡ് ചെയ്യാനും ആ ഹാരപ്പൻ പോർട്ടില് അല്ലെങ്കിൽ ഹാരപ്പൻ പോർട്ട് ടൗണില് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ദൃഷ്ടാന്തമാണ്. കാരണം ഇതൊക്കെ വളരെ സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കി എടുത്ത് അതിനെ നേച്ചറിലുള്ള എൻവയറമെന്റിലുള്ള ചേഞ്ചസിന് അവന്റെ ആവശ്യത്തിന് അവന്റെ സൗകര്യത്തിന് ഉപയോഗപ്പെടുത്തുക. ഇനി വാട്ടർ മാനേജ്മെന്റ്, എങ്ങനെയാണ് വാട്ടർ മാനേജ്മെന്റ് കൊണ്ടുപോവുക? ആവശ്യം വെള്ളം കുടിക്കാനുള്ള വെള്ളത്തിനെയും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വെള്ളം വേണം. അപ്പോൾ എല്ലാ സ്റ്റഡി ആയിട്ടുള്ള വെള്ളത്തിന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക, കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുക, ഫെർട്ടൈൽ സോയിലിന് വെള്ളം കൊടുത്താലേ മര്യാദയ്ക്ക് കൃഷി നടക്കുകയുള്ളൂ. അതേമാതിരി ഫ്ലഡ് പ്ലെയിൻസ് ആണെങ്കിൽ അതിനെ എന്തൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോ ഈ ക്ലേസ് ഒക്കെ ഉപയോഗിച്ച് അവര് ബിൽഡിങ്സും ബ്രിക്സും കൺസ്ട്രക്ട് ചെയ്ത് അതിനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നു. അടുത്തതായിട്ട് നമ്മൾ റാൻ ഓഫ് കച്ചിലാണ് നമ്മൾ ഡോൾവാരിയ എന്ന സ്ഥലത്ത്. ഇതിവിടെ മൂവ്മെന്റ് ഓരോ ആർക്കിയോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളതും ഇവിടുത്തെ പ്രോഡക്ട്സ് ഡോൾവാരിയ റാൻ ഓഫ് കച്ച് വഴിയാണ് പുറത്തു പോരുന്നത്. അപ്പോൾ ഈ റാൻ ഓഫ് കച്ച് വഴി ഒരു ചാനലുണ്ട്. ചാനൽ വഴി അല്ലെങ്കിൽ നാവിഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനൽ. ആ ഹാർബറിൽ കൂടെ കപ്പലുകൾക്കോ കുഞ്ഞു ചെറിയ ബോട്ടുകൾക്കോ പോവാനുള്ള ഒരു ഗൾഫ് റീജിയൻ, ആ റീജിയൻ വഴി നമ്മൾ വളരെ നമ്മളുടെ ബിസിനസ് വളരെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നു. കാരണം അത് വെള്ളത്തിൽ കൂടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വോളിയം കൂട്ടിക്കൊണ്ടു പോകാം, പെട്ടെന്ന് പോകാം.
ഹാരപ്പൻസിന്റെ ദോൽവാരിയ സ്ഥലത്തും ഇതേമാതിരി വാട്ടർ മാനേജ്മെന്റ് ലാർജ് സ്കെയിലിൽ നടത്തി അതിനെ സസ്റ്റൈനബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് രണ്ട് സീസൺസ് ഉണ്ട്. ഒന്ന് മാൻഡസാർ എന്ന് പറയും, ഒന്ന് മൻഹാർ എന്ന് പറയും. ഇനി ഈ ഡാംസ് ഒക്കെ കൺസ്ട്രക്ഷൻ ചെയ്ത് എന്തിനാണ് ഡാംസ് കൺസ്ട്രക്ഷൻ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തേക്ക് വെള്ളം ഓടിപ്പോവരുത്, പുറത്തേക്ക് വെള്ളം പിടിച്ചത് റിവൾട്ട് എന്ന് പറയും. ആ വാട്ടറിനെ പിടിച്ചു നിർത്തി നമ്മളുടെ സിറ്റിക്ക് ആവശ്യമായ വെള്ളത്തിന് റിസർവോയർ, അതാണ് ഡാം എന്ന് പറഞ്ഞാൽ റിസർവോയർ ആണ്. അതിനെ പിടിച്ചു നിർത്തി സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക. അഡീഷണൽ റോക്ക് കട്ട് റിസർവോയേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റെപ്ഡ് വെൽസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഞാൻ കുറച്ച് പിക്ചേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടറിനെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടറിന് നമ്മൾ ആര്യൻസിന്റെ കാലഘട്ടത്തിൽ പഠിച്ചു, ഇറ്റ് ഈസ് സിംബോളിക്കലി സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ എന്നാ പറയാ. വെള്ളം തളിക്കുക, ഈവൻ ക്രിസ്തു മതത്തിലും ഉണ്ട് വെള്ളം തളിക്കുക. അപ്പോൾ ഈ വേദത്തിലും എല്ലാ വേദത്തിലും ഇതിനെ വെള്ളത്തിന് ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു വ്യത്യാസം, ഒന്നെങ്കിൽ നമ്മൾ ശുദ്ധീകരണത്തിനുള്ള ഒരു ഉപയോഗമായിട്ടാണ് നമ്മൾ വെള്ളത്തിനെ കാണുന്നത്. ഋഗ്വേദയിലും ജോഗ്രഫിയിലും യജുർവേദത്തിലും എല്ലാം ഈ വെള്ളത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. റിവർ ആയിക്കോട്ടെ, ലേക്ക് ആയിക്കോട്ടെ, സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് എങ്ങനെയായാലും വിരോധമില്ല. അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ വാട്ടറിനെ എടുക്കുന്ന സിസ്റ്റം, വാട്ടർ ലിഫ്റ്റിംഗ് ഡിവൈസസ് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ വാട്ടർ താഴെ കിടക്കുന്ന വെള്ളത്തിനെ മേലെ കൊണ്ടുവരാൻ ഉള്ള ഒരു ഡ്രം വീൽ ഷേപ്ഡ് വീൽ ഉണ്ടാക്കുകയും അതിന്റെ പേര് ഗാട്ടാസ് എന്നാണ്. ഗാട്ടാസ് പറഞ്ഞ പോട്ടുകള്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലശങ്ങളെ അതിൽ അവിടെ കെട്ടിയിട്ട് അതിങ്ങനെ റൊട്ടേഷനിൽ വരും. ആ റൊട്ടേഷനിൽ വരുമ്പോൾ ഈ കലശം വെള്ളത്തിൽ പോയി ആ വെള്ളം പൊക്കിയെടുത്ത് അത് മേലെ കൊണ്ടുവരും. ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിന്. ഇത് നോക്കൂ, ഈ കലശത്തിലുള്ള ആ പാത്രത്തിലുള്ള വെള്ളം ഈ കൗണ്ടർ വെയിറ്റ് കൂടെ ആ റോപ്പിൽ കൂടെ താഴോട്ട് ഇറക്കുന്നു. അപ്പൊ ഈ വാട്ടർ ഡിവൈസസ് അടിയിൽ കിടക്കുന്ന വെള്ളത്തിനെ മേലെ കൊണ്ടുവന്ന് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിനെ ഒരു വാട്ടർ ലിഫ്റ്റിംഗ് അവർക്ക് മനസ്സിലായി, ഇത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരണം. മനുഷ്യൻ ബ്രെയിൻ ഉപയോഗിക്കാൻ തുടങ്ങി അതിനെ പുറത്തേക്ക് എടുക്കാനുള്ള, താഴെ കിടക്കുന്ന വെള്ളത്തിനെ പുറത്തേക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ഐഡിയാസ് ആണ് ഉണ്ടാക്കുന്നത്. ജലസൂത്രാസ്. എന്താണ് ജലസൂത്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോള രാജാക്കന്മാരുടെ ടൈമിലാണ് ഈ നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടറിൽ, അതായത് കരികാല ചോള അങ്ങേര് ഒരു അണ കെട്ടുന്നുണ്ട്. അണേനെയാണ് അണക്കെട്ട് എന്നാണ് പറയാ, അല്ലെങ്കിൽ തമിഴിൽ പറയും കല്ലകണി. അപ്പൊ ഇതിനെ ഈ വെള്ളം കാവേരി വാട്ടർ, കരികാല ചോള പീരീഡാണ്, തമിഴ്നാടാണ്, ചോള കിങ്ഡത്തിനാണ്, സൗത്ത് ഇന്ത്യയിലാണ്. റിവർ കാവേരിയിൽ നിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക് എക്സസ് ആയിട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി അതിനെ കെട്ടി നിർത്തി അതിനെ ഉപയോഗിക്കുക. അപ്പൊ മഹേന്ദ്ര പല്ലവ ഇതിനെ ഒരു ടാങ്ക് മറികെട്ടാകും, അതിന് മദ്രവേടി എന്ന് പറയും. ഇനി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയേഴ്സ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഡാംസ് കെട്ടി നിർത്തി, വെള്ളത്തിനെ പുറത്തേക്ക് നശിച്ചു പോകാണ്ട് കെട്ടി നിർത്തി ഉപയോഗിക്കുന്നതിനാണ് ജലസൂത്രാധാരാസ് എന്ന് പറയുന്നത്. അപ്പൊ ജലം എന്ന് വെച്ചാൽ വെള്ളം, സൂത്രം എന്ന് വെച്ചാൽ അതിനെ അടക്കി നിർത്തുക. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരാളുമായിട്ട് ഒറ്റയ്ക്ക് കെട്ടാൻ പറ്റില്ല. ഹൈഡ്രോളിക് വർക്ക്സ് ഉണ്ട്, മനുഷ്യന്റെ അതിൽ എഫേർട്ട് ഉണ്ട്. ഇതാണ് ഈ ഞാൻ പറഞ്ഞ കല്ലണി ഡാം. എത്ര ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പോ കരികാല ചോള അവിടെ ഇന്റർലോക്കിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു സിമെന്റും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സിമെന്റ് വന്നിട്ടില്ല, പക്ഷെ അതിനെ അടക്കി നിർത്തി സിമെന്റ് ഇല്ലാണ്ട് ആ ഇന്റർലോക്കിംഗ് സിസ്റ്റം മുഖാന്തരം ഡാമിനെ കെട്ടിയുണ്ടാക്കി, അല്ലെങ്കിൽ റിസർവോയറെ കെട്ടിയുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ഫോറസ്റ്റിലേക്കാണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ഫോറസ്റ്റിനെ മുഴുവൻ, അല്ലെങ്കിൽ കാടുകളെ മുഴുവനും സംരക്ഷിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ വിധത്തിൽ ഡിസ്ട്രക്ഷൻ വരുന്നോ അതിനെയൊക്കെ തടുത്തു നിർത്തി എത്രത്തോളം അതിനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മളുടെ വിചാരം. പിന്നെ ഹാരപ്പൻസ് അതേസമയം വളരെ പ്രൊഡക്ഷൻ, ഈ ജ്വല്ലറീസ്, ഗ്ലേസ് ഉള്ള ജ്വല്ലറീസ് ഉണ്ടാക്കുക,
ബ്രിക്സ് ഉണ്ടാക്കുക, സ്റ്റോൺസ് കൊണ്ടുള്ള സ്റ്റോൺ വെയർ ഉണ്ടാക്കുക, അങ്ങനെ പലതും ഈ നാട്ടിന്റെ അകത്തും പുറത്തുമുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരുന്നു. ഇനി വേദിക് ചതുർനായ സിസ്റ്റം എന്ന് വെച്ചാൽ 4 സിസ്റ്റം. ചതുർ എന്ന് വെച്ചാൽ 4 സിസ്റ്റം. ഈ 4 സിസ്റ്റം നമ്മൾ ഇന്ത്യയിലെ ഇന്ത്യൻ കൾച്ചറിൽ പറഞ്ഞിട്ടുള്ള 4 സിസ്റ്റമാണിത്. ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ബ്രഹ്മചര്യ എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് ലൈഫ്, ഗൃഹസ്ഥ എന്ന് പറയുമ്പോൾ കുടുംബസ്ഥനായിട്ടുള്ള സമയം, വാനപ്രസ്ഥ എന്ന് വെച്ചാൽ സന്യാസം ഭരിക്കുന്നതിന് മുമ്പുള്ള, അതായത് റിട്ടയർമെന്റ് ലൈഫ്. അങ്ങനെ സന്യാസം ഭരിച്ച് എല്ലാം പ്യുവർ ആയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനായിട്ട് ജീവിച്ചു തീർത്ത് മരിക്കുക. അതാണ് ഈ ഇന്ത്യ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദിക്ഷവരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊലിഫറേഷൻ, ആര്യൻ സാൻസ്ക്രിറ്റ് ആണിത്. ഇപ്പൊ ഇവിടെ നമ്മൾ ബോധിവൃക്ഷത്തിന്റെ താഴെ പോയി മരത്തിൽ പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ അങ്ങേരെ കണ്ടുപിടിക്കുകയും മഹാവീര മെഡിറ്റേറ്റ് ചെയ്ത് ജൈനിസം ഗെയിൻ ചെയ്തിട്ട് അതിന്റെ തീർത്ഥങ്കരാസ് ആണ് കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക്കേഷൻ, ഡിഫ്യൂഷൻ, ഡിവോഷൻ ആൻഡ് ഡിഫറൻസ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുഴുവനും എല്ലാ വിധത്തിലും ആൾക്കാരെ മനസ്സിലാക്കുന്ന വിധത്തില് മനുഷ്യരാശിയിൽ ഉപയോഗിച്ചിട്ടുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ ആനിമൽസിനെ ഒരു വിധത്തിലും ഉപദ്രവിക്കാണ്ട് ജീവിക്കുക. ഇത് തന്നെയാണ് നാട്ടിലായാലും ശരി കാട്ടിലുള്ള മൃഗങ്ങളായാലും ശരി നമ്മൾ എത്രത്തോളം അതുങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉപയോഗിക്കാം. പക്ഷെ അതുങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിലുള്ള സീലിലൊക്കെ കാണുന്നുണ്ട് ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. ഇനി ഗോപസന്യാസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ താമസിക്കുന്നത് ഒരു സ്ഥലത്തിൽ മാറി മാറി പോകുമ്പോൾ ഒരു അങ്ങയുടെ പേരാണ് ഗോപസ്ഥാനസ്ഥ. എത്ര പശുക്കളുണ്ട് അയാൾ പ്രൊട്ടക്ടർ, ആ ട്രൈബിന്റെ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ അതിന്റെ തലവൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. അശ്വമേധ യാഗം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നാട്ടില് രാജാക്കന്മാർ നടത്തുന്ന ഒരു വർക്കാണത്. അവര് ഒരു യാഗം നടത്തും, അവരുടെ കുതിരകൾ പോകും. അശ്വം എന്ന് പറഞ്ഞ കുതിരയാണ്. കുതിര പോകുന്ന പോലെ സ്ഥലത്ത് പിടിച്ചു നിർത്താണ്ടിരിക്കുന്നവര്, അതൊരു സൊസൈറ്റിയിലെ ഒരു റിച്വൽ ആണ് രാജാക്കന്മാരുടെ. കൺസർവേഷൻ, എല്ലാ വിധത്തിലും വൈൽഡ് ലൈഫിനെ നമ്മൾ മാക്സിമം കൺസർവ് ചെയ്ത് കൊണ്ടുപോകണം. എത്രത്തോളം നമ്മൾക്ക് മൃഗങ്ങളെയും ആനിമൽസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ അതാണ് സാൻസ്ക്രിറ്റിൽ പറഞ്ഞിട്ടുള്ള. സാൻസ്ക്രിറ്റ് വിധത്തിൽ സർജറിനെ പറ്റിയൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ആര്യന്റെ സൊസൈറ്റിയൊക്കെ ഞാൻ ഫസ്റ്റ് അർബനൈസേഷൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, തിരിച്ചു വരികയാണത്. അതുകൊണ്ട് അത് പറയുന്നില്ല. സെക്കൻഡ് അർബനൈസേഷനിൽ ഇന്ത്യൻ വാലിയിൽ വളരെ ഫ്ലറിഷ് ആയിട്ടുള്ള തമിഴകവും വരുന്നുണ്ട്, അർബനൈസേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സിദ്ധിസക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റവന്യൂ സിസ്റ്റം ആണ്. ഇതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി അതിനെ കൊണ്ടുവന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്, സമയം കാലം അനുസരിച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുവരുന്നു. സ്ഥലത്തിന്റെയും വെള്ളത്തിന്റെയൊക്കെ പ്രശംസിച്ചു കൊണ്ടുവരും. ഇനി സംഗമേറയില് നമ്മൾ പല വിധത്തിലുള്ള ട്രൈബ്സും കണ്ടുവരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ റിട്ടേൺ വർക്ക്സും റിവർ വാലിയും കണ്ടുവരുന്നു. വേരിയസ് ഗോഡ്സിനെ പറ്റി, പല വിധത്തിലുള്ള ദൈവങ്ങളെ പറ്റി നമ്മൾ വേദിക് ടൈമിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് അവരെ ഓരോരുത്തരും ഓരോന്ന് നോട്ട് ചെയ്ത് വരിക. റിസോഴ്സസ്, എന്തൊക്കെ റിസോഴ്സസ് ആണോ നമുക്ക് ഉണ്ടായിരുന്നത്, മിനറൽ റിസോഴ്സ്, ബ്രൗൺസ് ആണ്. ആ ബ്രൗൺസിനെ നമ്മൾ കാലതമ്മയാണ് മാറി മാറി അയൺ ഏജിലേക്ക് വരുന്നത്. അയൺ ഏജിൽ വരുമ്പോൾ ആ അയണിനെ എന്തൊക്കെ വിധത്തിൽ ഉപയോഗിക്കാം, എന്നിട്ട് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നു. വാറിലും ഉപയോഗിക്കുന്നുണ്ട്. അക്ഷദ്രീക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നത് മുഴുവനും ഈ മൈൻസിന്, ഈ അയണിനെ കൊണ്ട് നമ്മൾ ഉപയോഗിച്ച മൈൻസിൽ നിന്ന് എടുത്തിട്ടുള്ള അയണിനെ എടുത്തുക, അതിനെ നമ്മൾ മെറ്റലർജി ഉപയോഗിച്ച് പ്രഷ്യസ് സ്റ്റോൺസും പ്രഷ്യസ് ജെംസും കണ്ടുപിടിക്കാനും. അക്ഷദക്ഷ്യ സൂപ്രണ്ടന്റ് ആണ്. ഈ മൈൻസിന്റെ സൂപ്രണ്ടിന്റെ പേരാണ് ആരാധ്യ ദക്ഷ്യ. ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരത് കാലക്രമേണ അതിനെ മേജർ വർക്കാണിത്. മെറ്റലർജി ഈസ് എ മേജർ വർക്കാണ്. അതിനെ ചൂടാക്കി അല്ലെങ്കിൽ അതിന്റെ എന്ത് വിധത്തിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ അതിനെ തമിഴകത്തില് ഒരു അയൺ സ്മെൽറ്റിംഗ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ
അത് വല്ലം ടേബിൾ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ഇതിനെ ലിറ്ററേറ്റ് ആയിട്ടുള്ള അയൺ എടുത്ത് കിട്ടുന്ന അയൺ ധാതുക്കൾ വെറിയ ഇതായിരിക്കും, പക്ഷെ അതിനെ ഒരുമിച്ച് നമുക്കൊരു അയൺ, ഈവൻ ഗോൾഡ് തന്നെ പൗഡർ ഫോമിലാണ് വരുന്നത്. അപ്പോൾ ആ പൗഡർ ഫോമിനെ നമ്മൾ മാറ്റിയെടുത്ത് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ആവശ്യ വിധത്തിൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഈ ആരാധ്യക്ഷ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയാം. ആ മെറ്റലർജി ഉപയോഗിച്ചതിന് ശേഷമാണ് അവർക്ക് പല വിധത്തിലുള്ള ഉപകാരങ്ങൾ, അത് യുദ്ധത്തിലായാലും കൊള്ളാം, ബിസിനസ്സിലായാലും കൊള്ളാം, ഏതൊക്കെ വിധത്തിൽ സ്റ്റേറ്റിന് ഉപകാരപ്പെടുമോ അതിനെ ആ രാജാക്കന്മാര് ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് അത് ധാതുക്കൾ നേച്ചറിൽ നിന്ന് കിട്ടുന്ന, അതവിടെ അഗൈൻ ജോഗ്രഫിയും ചരിത്രവും തമ്മിൽ ഒരുമിച്ച് വരുന്നത് അവരുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് പല വിധത്തിലുള്ള ഇതാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുന്നു. നന്ദി, നമസ്കാരം.